Good morning. Good morning, ma'am. Good morning, Miss. Okay, നമ്മളെ പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റലിൽ പറഞ്ഞ ചാപ്റ്ററിൽ എടുത്തുകൊണ്ടിരുന്നത് എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത്? 5th 1 വരെയല്ലേ? ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് വരെയല്ലേ എടുത്തു നിർത്തിയത്? അതെ. ഓക്കെ ഓക്കെ, അവിടെ വരെ ക്ലിയർ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് അടുത്തതാണ് സ്പീക്കേഴ്സ് ബ്യൂറോ. അപ്പൊ അതിന്റെ നമ്പർ ഒന്ന് മാറിക്കിടക്കുവാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. 7th 1 പറഞ്ഞാണ് ആദ്യം കിടക്കുന്നത്. For Speakers Bureau എന്ന് പറഞ്ഞാല് the CEO and staff should use every opportunity to speak to other service organization and institutions on health matters. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളാണ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാ? എന്തിനു വേണ്ടിയുള്ള കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ്? എന്തിനു വേണ്ടിയുള്ളതാണ്? ഇങ്ങനെയുള്ള മെത്തേഡുകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്? ഹോസ്പിറ്റലിൽ അതുകൊണ്ട് എന്താ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നത്? എന്താ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നത്? നല്ലൊരു പബ്ലിക് റിലേഷൻ വളർത്തിയെടുക്കാൻ പറ്റും അല്ലെ? വെരി ഗുഡ്. നല്ലൊരു പബ്ലിക് റിലേഷൻ വളർത്തിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകൾ അല്ലെങ്കിൽ രീതികളാണ് ഈ പറയുന്ന ഓരോന്നും. അടുത്തതാണ് സ്പീക്കേഴ്സ് ബ്യൂറോ. സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറഞ്ഞാല് സിഇഒയും അവിടുത്തെ സ്റ്റാഫുകളും should use every opportunity to speak to other service organization and institutions on health matters. അപ്പൊ ആരോഗ്യ കാര്യങ്ങളിൽ ഹെൽത്ത് മാറ്റേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിൽ മറ്റ് സേവന സംഘടനകളോടും അതുപോലെ തന്നെ സ്ഥാപനങ്ങളോടും സംസാരിക്കാനായിട്ട് ഈ സിഇഒയും സ്റ്റാഫുകളും എപ്പോഴും അവസരങ്ങൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തണം എന്നാ പറയുന്നത്. കാരണം നമുക്കറിയാം എന്തൊരു കാര്യത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഒരറിവും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് കൂടി നമ്മളൊരു ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇപ്പൊ ഇന്നൊരു സർവീസിനെ കുറിച്ച് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലെ സിഇഒക്കോ അല്ലെങ്കിൽ ജീവനക്കാർക്കോ ഏതെങ്കിലും ഒരു സർവീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആരോഗ്യ കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഡിസീസിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു അറിവില്ല എങ്കിൽ അങ്ങനെ ഒരു അറിവുള്ള മറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരോടോ അല്ലെങ്കിൽ മറ്റ് ഓർഗനൈസേഷനിലെ ആളുകളോടോ സംസാരിക്കുമ്പോൾ കൂടുതൽ അറിവ് കിട്ടുകയല്ലേ ചെയ്യുന്നത് അല്ലെ? ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് അവര്. അതോടൊപ്പം തന്നെ നല്ലൊരു പബ്ലിക് റിലേഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നല്ലൊരു പൊതുജന ബന്ധം അല്ലെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻ നമുക്ക് ഈ പറയുന്ന സ്ഥാപനങ്ങളുമായിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റും. അപ്പൊ പബ്ലിക്കും അവരും പബ്ലിക്കിന്റെ ഭാഗം തന്നെയാണ്. ഇവിടെ സിഇഒയും സ്റ്റാഫുമാണ് അതിനുള്ള ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ്, അല്ലാതെ മറ്റ് വിവരങ്ങളോ കാര്യങ്ങളോ അല്ല. ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തെ കുറിച്ച് ഈ പറയുന്ന മറ്റ് സർവീസ് ഓർഗനൈസേഷൻ, മറ്റ് സേവനങ്ങൾ നൽകുന്ന സംഘടനകളോടോ സ്ഥാപനങ്ങളോടോ എന്ത് ചെയ്യുക? അങ്ങനെ ഒരു അവസരം, അവരോട് സംസാരിക്കാൻ ഒരു അവസരം ഈ പറയുന്ന സിഇഒ സ്റ്റാഫിനോ കിട്ടുകയാണെങ്കിൽ അതൊരിക്കലും ഇവരെ പാഴാക്കാതിരിക്കുക, അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അതിലൂടെ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസും കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും നമുക്ക് പറ്റും. ക്ലിയർ ആണോ? സ്പീക്കേഴ്സ് ബ്യൂറോ ക്ലിയർ ആണോ? എന്താണ് റിപ്ലൈ ഇല്ലാതെ? ഓക്കെ. അടുത്തതാണ് അഡ്വൈസറി കമ്മിറ്റി. അഡ്വൈസറി കമ്മിറ്റിയിൽ പറയുന്നത് ഇറ്റ്സ് റോൾ ഷുഡ് ബി ടു സജസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ the methods to overcome
their shortcomings and interpret the functioning of the hospital to the community. എന്താണ് ഒരു അഡ്വൈസറി കമ്മിറ്റിയുടെ ചുമതല? ഇറ്റ്സ് റോൾ, അവരുടെ റോൾ അല്ലെങ്കിൽ അവരുടെ ചുമതലയാണ് should be to suggest, എന്ത് സജസ്റ്റ് ചെയ്യുക? ഈ നിർദ്ദേശങ്ങൾ നൽകുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് മാർഗനിർദ്ദേശങ്ങൾ നൽകുക. എന്തിനെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളാണ്? the methods to overcome their shortcomings, അവരുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ഒരു സ്ഥാപനം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടത് ആരുടെ ചുമതലയാണ്? ഈ അഡ്വൈസറി കമ്മിറ്റിയുടെ ചുമതലയാണ്. ഈ അഡ്വൈസറി കമ്മിറ്റി ആ ഹോസ്പിറ്റലിലെ പോരായ്മകൾ എവിടെയാണോ അതിനെ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് നൽകുന്നു. അതോടൊപ്പം തന്നെ ഇന്റർപ്രറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ ടു ദ കമ്മ്യൂണിറ്റി, ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു ചുമതല ആർക്കാണ്? അഡ്വൈസറി കമ്മിറ്റിക്കാണ്. അത് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൂ സജസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ദ മെത്തേഡ് ടു ഓവർകം ദെയർ ഷോർട്ട് കമ്മിങ്സ് ചോദിക്കും. ആരാണത്? അഡ്വൈസറി കമ്മിറ്റിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ ആ സ്ഥാപനത്തിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ പബ്ലിക്കിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ഒരു ചുമതല ആരുടെ നിലയിലാണ്? അഡ്വൈസറി കമ്മിറ്റിയാണ് അതിനുള്ള ചുമതല വഹിക്കേണ്ടത്. ക്ലിയർ ആണോ? അഡ്വൈസറി കമ്മിറ്റി ചോദിക്കാനുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അഡ്വൈസറി കമ്മിറ്റി എന്താണ് അവർ ചെയ്യാറ്? ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവർ ആ സ്ഥാപനത്തിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാം. ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളെ. ഓക്കെ, ഈ ഒരു രണ്ട് പേജില് ഈ ഒരു പേജില് നമ്മള് സ്പീക്കേഴ്സ് ബ്യൂറോ പറഞ്ഞു, അഡ്വൈസറി കമ്മിറ്റി പറഞ്ഞു. അത് രണ്ടും ക്ലിയർ ആണോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് indicators for evaluating public relation in the community. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ ഇതുപോലെ ഒരുപാട് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളിലൂടെ ഓപ്പറേറ്റീവ് മെത്തേഡുകളിലൂടെയൊക്കെ പബ്ലിക് റിലേഷൻ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഹോസ്പിറ്റലിന് എത്രത്തോളം നല്ല രീതിയിൽ ഒരു പബ്ലിക് റിലേഷൻ ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്തണമെങ്കിൽ അതിനു വേണ്ടി കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൂചകങ്ങൾ അല്ലെ? നിങ്ങൾ CSST ഒക്കെ പഠിച്ചപ്പോ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചില്ലേ? ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചായിരുന്നോ? അതെന്തിനു വേണ്ടിയാണ്? ആ ഒരു പ്രോസസ്സ് ശരിയാണോ അല്ലെ, അവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സ് ക്ലിയർ ആണോ, ശരിയായിട്ടാണോ നടക്കുന്നത് ഒക്കെ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ, വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഈ പറയുന്ന മെത്തേഡുകളിലൂടെ നമ്മൾ നല്ലൊരു പബ്ലിക് റിലേഷൻ അവരുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്തണം അല്ലെ. ഈ പറയുന്ന മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, മെത്തേഡുകൾ ഫലപ്രദമാകുന്നുണ്ടോ, നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ കീപ്പ് ചെയ്യാൻ നമുക്ക് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഇതൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങളാണ് താഴെ പറയുന്ന ഓരോന്നും. ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നല്ലൊരു പബ്ലിക് റിലേഷൻ സ്ഥാപനത്തിന് കമ്മ്യൂണിറ്റിയുമായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലൊന്നാമത്തതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് അതിന് കീഴില് ഓരോരോ ബോക്സ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതിനുശേഷം ഓരോന്നും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ ബോക്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുമ്പോൾ എന്താ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്ന, അപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അവരുടെ സംതൃപ്തിയുമായി ബന്ധപ്പെട്ട ഓരോ പേഷ്യൻസും ആ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരുടെ ആ ഹോസ്പിറ്റലിലെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും അവിടുത്തെ കെയർ, അവർക്ക് കൊടുക്കുന്ന പരിചരണം, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അവരോടുള്ള പെരുമാറ്റം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിലയിരുത്തി അവരതിൽ സാറ്റിസ്ഫൈഡ് ആണോ, വരുന്ന ഓരോ പേഷ്യൻസും ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും സംതൃപ്തിയോടെയാണോ പോകുന്നത് എന്ന കാര്യം നമ്മൾ സർവേയിലൂടെ വിലയിരുത്തും. അപ്പൊ അങ്ങനെ സർവേ നടത്തുന്നത് പേഷ്യൻസിന്റെ ഇടയിലാണ് സർവേ നടത്തുക, ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ ഇടയിൽ. അങ്ങനെ സർവേ നടത്തി അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ടറി ലെവല് എത്രത്തോളം ഉണ്ട് എന്ന് അനലൈസ് ചെയ്യും. അപ്പൊ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് കിട്ടുന്ന റിസൾട്ടിന് സർവേയിൽ നിന്നും നമ്മൾ ഫൈൻഡിങ്സ് കിട്ടുമല്ലോ. ആ സർവേയിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഫൈൻഡിങ്സിൽ ഇവര് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം?
സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പേഷ്യൻസും അവർ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നേ? എന്താ മനസ്സിലാക്കാൻ പറ്റുക? അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്താ മനസ്സിലാക്കാൻ പറ്റുക? എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് അവർ സാറ്റിസ്ഫൈഡ് ആവുന്നത്? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, നമുക്ക് അവിടെ അവർ തരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സംതൃപ്തരാകുക എന്തുകൊണ്ടാണ്? അവർ അതിനനുസരിച്ചുള്ള മികച്ച സർവീസ് നമുക്ക് തരുന്നത് കൊണ്ടല്ലേ, അല്ലെ? അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ നിലനിർത്തുന്നത് കൊണ്ടാണ്, അല്ലെ? നല്ലൊരു പബ്ലിക് റിലേഷൻ ഇവിടെ ഇവര് നിലനിർത്തുന്നുണ്ട്. അങ്ങനെ ഇവർ അതെന്തിലൂടെയാണ്? നല്ല പ്രവർത്തനങ്ങളിലൂടെ, നല്ല രീതിയിലുള്ള ആശയവിനിമയ രീതികളിലൂടെ നല്ലൊരു പബ്ലിക് റിലേഷൻ അവര് ഉറപ്പുവരുത്തുന്നുണ്ട്. നല്ല സർവീസുകൾ കൊടുക്കുന്നു. അങ്ങനെയാണ് അവർ ആ ഒരു പബ്ലിക് റിലേഷൻ നമ്മളിൽ പൊതുജനങ്ങളുമായുള്ള ഒരു ബന്ധം അവിടെ നിലനിർത്തുന്നത്. അങ്ങനെ അവർക്ക് തോന്നുന്നത്, വരുന്ന ഓരോ പേഷ്യന്റിനും അത് തോന്നുന്നത് കൊണ്ടാണ് അവർ ഈ ഒരു സർവേയില് സാറ്റിസ്ഫാക്ഷൻ ലെവല് മികച്ചതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പൊ ആ ഒരു സർവേ റിസൾട്ട് വഴി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു സ്ഥാപനം കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തുന്ന സ്ഥാപനമാണ്, നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്തുന്ന സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തത് ജനറൽ ഒപ്പീനിയൻ പോൾ. എന്താണ്? പൊതു അഭിപ്രായ വോട്ടെടുപ്പ്. അതായത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്ദർഭങ്ങളോ ഒക്കെ അവർക്ക് കൊടുത്തിട്ട്, നമ്മുടെ പൊതുജനങ്ങൾക്ക് കൊടുത്തിട്ട് അതിനൊരു പൊതുവായിട്ടുള്ളൊരു ഒപ്പീനിയൻ, അതായത് എല്ലാവരിൽ നിന്നും ഓരോ അഭിപ്രായങ്ങൾ വരുന്നു. അതിൽ നിന്നും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒപ്പീനിയൻ ഏതാണോ, അല്ലെങ്കിൽ അഭിപ്രായം പൊതുവായിട്ടുള്ള ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒപ്പീനിയൻ ഏതാണോ അതിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസോ അല്ലെങ്കിൽ സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും അവരുടെ മുന്നിൽ ആരായുന്നത്. മൂന്നാമത് ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്. എത്രത്തോളം നല്ല രീതിയിൽ അവിടെ ആ ഒരു സർവീസുകളുടെ ഗുണനിലവാരം ഇതിൽ നിലനിർത്തുന്നുണ്ട് എന്ന് നമ്മൾ ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഒരു ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവും, അല്ലെ? ആ ഫീച്ചേഴ്സ് എല്ലാം ഈ പറയുന്ന സർവീസുകളില്, ഈ പറയുന്ന ഓരോ ഇടങ്ങളിലും ക്വാളിറ്റി അപ് ടു ഡേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് ആ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സോട് കൂടി തന്നെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നമുക്ക് ആ ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നു. അതിലൂടെയും ഇവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്തുന്ന സ്ഥാപനമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതാണ് നമ്പർ ഓഫ് കംപ്ലൈന്റ് റിസീവ്ഡ്. ഇപ്പൊ നമുക്ക് ഒരു സ്ഥാപനത്തെ ഇഷ്ടമാവുമ്പോഴാണോ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥാപനത്തിലെ സർവീസുകൾ ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണോ അവിടെ കംപ്ലൈന്റ് ഒക്കെ കൂടുതൽ വരിക? എപ്പോഴാണ് കംപ്ലൈന്റ് കൂടുതൽ വരാൻ സാധ്യത? ഒരു സ്ഥാപനത്തെ എല്ലാവർക്കും ആ സ്ഥാപനത്തെ ഇഷ്ടമാണ്, സർവീസുകൾ അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കംപ്ലൈന്റ് വരുമോ? ഇല്ല. ഇഷ്ടമല്ലാത്തപ്പോ അവര് നൽകുന്ന സർവീസുകൾ നല്ലതല്ലാതെ വരുമ്പോ, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങൾ നല്ലതല്ലാതെ വരുമ്പോ, അല്ലെ? അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അവിടെ കംപ്ലൈന്റ് കൂടുന്നത്. അപ്പൊ എത്രത്തോളം കംപ്ലൈന്റുകൾ കൂടുന്നോ അത്രത്തോളം അവിടെ പബ്ലിക് റിലേഷൻ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? അപ്പൊ ഒരുപാട്, അതെ, പേഷ്യൻസിന് തൃപ്തികരമല്ലാതെ വരുമ്പോ അവിടെ ഒരുപാട് കംപ്ലൈന്റ് വന്നാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്ന? ആ ഒരു സ്ഥാപനം നല്ല പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നൊരു സ്ഥാപനമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകള് സ്വമേധയാ, വോളണ്ടറി എഫേർട്സ്, അവർ സ്വമേധയാ ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട്. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ് വിചാരിക്കുക. അവിടെ അധികം സ്റ്റാഫുകളോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ നമ്മുടെ ഒരുപാട് ക്ലബുകളായിട്ടും അല്ലാത്ത ഒരുപാട് സംഘടനകളും ഇപ്പൊ സ്വമേധയാ ഒരുപാട് പ്രവർത്തനങ്ങള് നമ്മുടെ ഹോസ്പിറ്റൽസിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നില്ലേ? സന്നദ്ധ പ്രവർത്തനങ്ങള് ചെയ്തു കൊടുക്കുന്നില്ലേ? ഒരുപാട് ക്ലബുകള് അതുപോലെ ഗ്രൂപ്പുകള് മെമ്പേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ അതെന്തുകൊണ്ടാണ്? ആ ഒരു സ്ഥാപനത്തിന് ഇഷ്ടമുള്ള സ്ഥാപനമാകുമ്പോഴല്ലേ നമ്മൾ അത് അതെ പാർട്ടിയൊക്കെ ചെയ്യാറുണ്ട്, അല്ലെ? ഉച്ചഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്, അല്ലെ? അതുപോലെ സൗജന്യമായിട്ട് മരുന്നുകൾ കൊടുക്കാറുണ്ട്, ക്യാമ്പുകൾ നടത്തും. അത് അവരുടെ കീഴില് അവർ ഒരുപാട് സർവീസുകൾ, അത് ആരും പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലാതെ ചെയറുകൾ കൊടുക്കാറുണ്ട്, മറ്റ് വീൽ ചെയർ, സ്ട്രെച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങള് ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്?
അത്രയും ആളുകൾക്ക് ആ സ്ഥാപനത്തെ ഇഷ്ടമായതുകൊണ്ടാണ് അല്ലെ. ആ സ്ഥാപനത്തെ അതേസമയം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അതായത് ഒരു മാനേജ്മെന്റ് ആരോടും ഒരു കരുണയോ കാര്യങ്ങളോ കാണിക്കാത്ത ഒരു ഹോസ്പിറ്റലാണ് എങ്കിൽ ഈ പറയുന്ന ഒരു സന്നദ്ധ പ്രവർത്തനം അവിടെ നടത്തും ഇല്ല. അതേസമയം നല്ല സർവീസുകൾ കൊടുക്കുന്ന, എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള, എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ആശുപത്രികളാകുമ്പോൾ അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് വരണം എന്നൊരു മൈൻഡ് വെച്ചിട്ടാണ് അവിടെ ആളുകൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. സ്വമേധയെ ചെയ്യുന്ന, അല്ലെങ്കിൽ ആരും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും. അപ്പൊ അത്രയും കൂടുതൽ ആളുകൾ അവിടെ ആ ഒരു സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി വരികയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആ ഹോസ്പിറ്റല് നല്ല ഒരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തതാണ് ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്. എന്ന് വെച്ചാൽ എന്താ, അവിടെയുള്ള ആരോഗ്യ സർവീസുകളുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പിരിഞ്ഞു പോവുക. ഇപ്പൊ നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട സ്ഥാപനം, ഇവര് സ്റ്റാഫും എന്തിൽ ഉൾപ്പെടുന്നതാ, പബ്ലിക്കിൽ ഉൾപ്പെടുന്ന ആളുകളല്ലേ, പൊതുജനങ്ങളിൽ പെടുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ സ്റ്റാഫ്, അവിടുത്തെ സ്റ്റാഫുകളും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ആ സ്റ്റാഫുകളോട് ഈ സ്ഥാപനം കാണിക്കണം വേണ്ടേ. അപ്പൊ ആ ഒരു സ്ഥാപനം നല്ല രീതിയിലുള്ള ഒരു സർവീസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റമല്ല അവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം, വർക്ക് അന്തരീക്ഷമൊന്നും അവർക്ക് കൊടുക്കുന്നില്ല എന്ന് വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോവും അല്ലെ. അതേസമയം നല്ലൊരു സർവീസ് കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ എങ്കിൽ അവിടെ നിന്ന് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോവോ നല്ല സർവീസ് നമുക്ക് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് എല്ലാ രീതിയിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം, അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ അവർക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോവില്ല അല്ലെ. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളോട് ഇതുപോലെ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ ഒരിക്കലും അവിടെ നിന്ന് ജീവനക്കാരുടെ പിരിഞ്ഞു പോക്ക് കുറവായിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, അവര് നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് കൺസിസ്റ്റൻസി ഓഫ് ദ അറ്റൻഡൻസ് ഓഫ് ദ പേഷ്യൻസ് ഇൻ ക്ലിനിക്സ് ആൻഡ് ഹെൽത്ത് സെന്റേഴ്സ്. ഇപ്പൊ ക്ലിനിക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററുകളിലായിക്കോട്ടെ പേഷ്യൻസിന്റെ ഹാജർ നിലവാരത്തിന്റെ ആ ഒരു സ്ഥിരത, അതായത് സ്ഥിരം, അത് ചിലപ്പോ നമുക്കൊരു ഹോസ്പിറ്റൽ, നമ്മളാണെങ്കിലും നമുക്കൊരു സ്ഥാപനത്തെ ഇഷ്ടപ്പെട്ടാൽ, ഒരു ഹോസ്പിറ്റലിനെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിനും നമ്മൾ ആ ഹോസ്പിറ്റലിലേക്കല്ലേ പോവാ അല്ലെ. നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും പിന്നെ എന്തിനും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം പോയി, ആ പോയപ്പോ നമുക്ക് അവിടുത്തെ ബിഹേവിയറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പിന്നെയും പോവോ, ഇല്ല. നമ്മൾ മറ്റൊരു ഹോസ്പിറ്റൽ ആയിരിക്കും അടുത്ത പ്രാവശ്യം ചൂസ് ചെയ്യുക അല്ലെ. അപ്പൊ അതാണ് അവിടുത്തെ വ്യത്യാസം. എന്ന് വെച്ചാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അവര് നല്ല പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്, നമുക്ക് നല്ല സർവീസുകൾ തരുന്നുണ്ട്, നമ്മളോട് നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ പേഷ്യൻസിന്റെ ഹാജർ നിലവാരം അല്ലെങ്കിൽ അറ്റൻഡൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സ്ഥിരതയുണ്ടാവും അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് തന്നെ അവർക്ക് ആവശ്യമായിട്ട് വരുന്ന എന്തൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റർ ആണെങ്കിലും അവർ ആ സ്ഥാപനത്തിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലെ. പുതിയ പുതിയ പേഷ്യൻസ് ഇത് കേട്ടറിഞ്ഞ് വരാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോട് പറയും അല്ലെ, നല്ല ഹോസ്പിറ്റലാണ്, ഞങ്ങൾ പോയപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ കിട്ടി, നല്ല രീതിയിലുള്ള സർവീസാണ് തരുന്നത്, നല്ല പെരുമാറ്റമാണെന്ന് പറയുമ്പോൾ ആ കേൾക്കുന്നവരും എന്ത് ചെയ്യും, പോകും അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു പേഷ്യന്റിന്റെ ഹാജർ നിലവാരം ഒരു സ്ഥിരത അവിടെ കീപ്പ് ചെയ്യുന്നു, കുറയല്ല ചെയ്യുന്നത്, കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന സ്ഥാപനമാണെന്ന് മനസ്സിലാക്കാം. അടുത്തതാണ് ഡൊണേഷൻസ്, സംഭാവനകൾ കിട്ടുക. അപ്പൊ ഒരു ഹോസ്പിറ്റലിന് സംഭാവന കിട്ടണമെങ്കിൽ ആ ഹോസ്പിറ്റലിനോട് ഇഷ്ടം തോന്നണ്ടേ. നമുക്ക് എന്തെങ്കിലും ഒരു സംഭാവന നമ്മൾ കൊടുക്കുന്നത് ആർക്കാ, നമുക്ക് ഇഷ്ടമുള്ളവർക്കല്ലേ നമ്മുടെ സംഭാവന എന്നോട് ഉദ്ദേശിച്ചത് പണമായിട്ട് തന്നെ ആവണമെന്നില്ല കേട്ടോ. അല്ലാതെ ഇപ്പൊ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററിലോട്ടൊക്കെ എന്തെങ്കിലും ഇപ്പോ വാഹനം, ഇപ്പൊ ആംബുലൻസോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പല ചാരിറ്റി ഓർഗനൈസേഷൻസും ആംബുലൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ വീൽ ചെയറോ സ്ട്രക്ചറോ ബെഡുകളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളായിട്ടാണെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, ഡൊണേഷൻസ് കിട്ടാറുണ്ട്. അപ്പൊ ഡൊണേഷൻ കിട്ടണമെങ്കിൽ ആ ഒരു സ്ഥാപനം നല്ല രീതിയിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന സ്ഥാപനമാണ്, ഒരുപാട് ആളുകൾ പോകുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ അവർക്ക് മതിയായ രീതിയിലുള്ള സർവീസുകൾ കൊടുക്കാനായിട്ട് ചിലപ്പോൾ ആ ഒരു സ്ഥാപനത്തിന്
കഴിവുണ്ടാകാത്തത് കൊണ്ടാവാം അല്ലെ. ഇവർക്കാണെങ്കിലും ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെയാണ്, അവർക്ക് മതിയായ ഫണ്ട് ലഭിച്ചാൽ മാത്രമേ അതിനനുസരിച്ചുള്ള സർവീസുകളും കാര്യങ്ങളും അവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലെ. അല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് വെക്കാനോ ചെയ്യാനോ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ഈ ഡൊണേഷൻസിലൂടെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ഓരോരോ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഇവിടെ ഡൊണേഷനിലൂടെ ചില ബിൽഡിങ്ങുകളൊക്കെ പണിത് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സർവീസുകൾ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഫെസിലിറ്റികൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഡൊണേഷൻസ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ലാസ്റ്റ് വരുന്നതാണ് ഇൻപേഷ്യൻസ് ഹു ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ. പഠിച്ചിട്ടുണ്ടോ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ? പഠിച്ചാണോ? ഡിസ്ചാർജ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ? ഓക്കെ. അപ്പൊ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെങ്കിൽ ലാമ എന്ന് പറയുന്നത്? എന്താണ് ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുമ്പോ? അത് ഇൻപേഷ്യൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഇൻപേഷ്യൻസ് ആണല്ലോ അങ്ങനെ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ചെയ്യുന്നത്. എന്താ അത്? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എപ്പോഴും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാമയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. അതുപോലെ എന്താണ് ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം മിക്ക സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ടേം ആണ്. എന്താണ് ഇത്? ഈ ഒരു ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെഡിക്കൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ഫിസിഷ്യന്റെ സമ്മതപ്രകാരമാണോ ഇവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോകുന്നത്? ആണോ? അല്ല അല്ലെ. ഡോക്ടറുടെ സജഷൻ ഇല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങുന്ന ഇൻപേഷ്യന്റ് ആണ്. വെരി ഗുഡ്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇതുപോലെ ആ ഒരു പേഷ്യന്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യന്റെ അല്ലെങ്കിൽ മറ്റു പ്രൊഫഷണൽസിന്റെ ഒന്നും സമ്മതമില്ലാതെ അല്ലെങ്കിൽ അഡ്വൈസ് ഇല്ലാതെ ഇവർ എന്ത് ചെയ്യുന്നു, അവരുടെ സമയത്ത് ഇഷ്ടപ്രകാരം ആ ഹോസ്പിറ്റലിൽ നിന്നും എന്ത് ചെയ്യാം, പിരിഞ്ഞു പോവാം. അപ്പൊ അത് കൂടുതലായിട്ടും ഇങ്ങനെ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് വരുന്നത് ചിലപ്പോൾ നമുക്ക് അവർ തരുന്ന സർവീസുകൾ നമുക്ക് തൃപ്തികരമല്ലാത്തത് കൊണ്ടാകും അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സർവീസ് തന്നില്ലെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിൽക്കില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ നിന്ന് പോരും അല്ലെ, ചോദിച്ചു പോരും. എനിക്ക് ഇവിടുത്തെ സർവീസ് വേണ്ട, ഞാൻ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് ചോദിച്ചു പോരും അല്ലെ. അതുപോലെ എക്സ്പെൻസ് ഒക്കെ കൂടുതലാണെങ്കിൽ അവർ ഒരുപാട് പൈസയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതെങ്കിൽ നമുക്കത് താങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പോരാറുണ്ട് ചോദിച്ച് അല്ലെ. അതുപോലെ അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് പിരിഞ്ഞു പോരും അല്ലെ. അവിടുത്തെ സർവീസ് വേണ്ട എന്ന രീതിയിൽ അവിടെ നിന്ന് പോവാറുണ്ട്. അപ്പൊ അങ്ങനെ പല കാര്യം ആ ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബിഹേവിയർ കൊടുക്കാത്തത് കൊണ്ടോ അങ്ങനെ ഒരുപാട് റീസൺസ് മൂലമാണ് ഈ പറയുന്ന ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെങ്കിൽ ലാമ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഇൻപേഷ്യൻസിനിടയിൽ ഈ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഒരുപാട് വർദ്ധിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു സ്ഥാപനം നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന സ്ഥാപനം അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഇത് ഓരോന്നും നമ്മള് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ നേരത്തെ ബോക്സിൽ പഠിച്ചില്ലേ, അതുപോലെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അങ്ങനെ ഓരോന്നും പറയാം. പിന്നെ ഒന്നും കൂടി പറയുമ്പോൾ ക്ലിയർ ആകും കേട്ടോ. നോക്കിയേ, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻ. അപ്പൊ പബ്ലിക് റിലേഷൻ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങളാണ് നമ്മൾ ഇനി പറയുന്ന ഓരോന്നും. Helps to identify ways of improving medical care and ultimately translate into better and happier patients. അപ്പൊ ഈ ഒരു ഇൻഡിക്കേറ്റർ വഴി ഈ പബ്ലിക് റിലേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ അളക്കുന്നത് എന്തിനു വേണ്ടിയാ? Helps to identify ways of improving medical care. അവിടെ കൊടുക്കുന്ന വൈദ്യപരിചരണത്തിൽ എന്തെങ്കിലും തൃപ്തികരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഒരു പബ്ലിക് റിലേഷൻ എത്രത്തോളം കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുന്നു. അപ്പൊ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് ആ ഒരു റിസൾട്ടിൽ കിട്ടുന്നത്. എന്തുകൊണ്ട് അല്ലെ, എന്തുകൊണ്ട് അവിടെ പബ്ലിക് റിലേഷൻ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു സ്ഥാപനത്തിന് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി അവർ കൊടുക്കുന്ന സർവീസുകളിൽ മെച്ചപ്പെടുത്തൽ നടത്തുക, അവിടുത്തെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുത്തുക, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് നടത്താനായിട്ട് നമുക്കൊരു വഴിയാണ് ഈ ഒരു മെഷറിംഗ് പബ്ലിക് റിലേഷൻ മെഷർ ചെയ്യുക എന്ന് പറയുന്നത്. രണ്ടാമത് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവിടെ വരുന്ന പേഷ്യൻസിനെ ബെറ്റർ ആൻഡ് ഹാപ്പി ആയിട്ട് ഇരുത്താനായിട്ട് സഹായിക്കണം അല്ലെ. അപ്പൊ ആ ഒരു വരുന്ന പേഷ്യൻസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടത്. ആരെയാണ്? ഹോസ്പിറ്റലിലെ പേഷ്യൻസിനാണ്
ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ പേഷ്യൻസിന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, അവർ സാറ്റിസ്ഫൈഡ് ആവുക, അങ്ങനെ ഒരു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ് ആയിട്ട് അവിടെ വരുന്ന ഓരോ പേഷ്യൻസും അങ്ങനെയായിരിക്കണം പോവേണ്ടത്, അങ്ങനെയായിരിക്കണം അവരെ നിലനിർത്തേണ്ടത്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലേക്ക് ആ ഒരു പബ്ലിക് റിലേഷനെ എത്തിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഇത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഒന്നാമതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു സർവേയുടെ മോഡൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ സർവേക്ക് വരാറില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ആയിട്ടൊക്കെ ഇപ്പൊ നമ്മുടെ പേജിലൊക്കെ കയറുമ്പോഴോ ഓൺലൈൻ ആയിട്ട് സർവേകളൊന്നും കാണാറുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാല് ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനെയർ കാര്യങ്ങൾ, ഒരു ചോദ്യാവലി ഉണ്ടാവും. സെൻസസ് ഒക്കെ എടുക്കാൻ വരാറുണ്ട് അല്ലെ. അവിടെ ഒരു ക്വസ്റ്റ്യനെയർ ആണ്, ചോദ്യാവലിയാണ്. അതിന് കൃത്യമായിട്ടുള്ള ഓപ്ഷൻസും ഉണ്ടാവും. ഇപ്പൊ മിക്കതും കാണുന്നത് എക്സലന്റ് ആണോ, ഗുഡ് ആണ്, കണ്ടിട്ടില്ലേ ഇത്? എക്സലന്റ്, ഗുഡ്, അതുപോലെ ബാഡ്, ദെൻ ആവറേജ്, ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവർക്ക് ഇന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു, നിങ്ങൾ സംതൃപ്തരാണോ, അടുത്തൊരു കേസ് സർവീസിനെ കുറിച്ച് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെ ഹോസ്പിറ്റലിലെ മിക്ക സർവീസുകളെയും ബന്ധപ്പെടുത്തി ആ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്രത്തോളമാണ് എന്ന് നമ്മൾ വിലയിരുത്തുകയാണ് ചെയ്യുന്നതിലൂടെ. നോക്കിയേ, can be conducted by an outdoor survey agency or done as an in-house survey. അതായത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഔട്ട്ഡോർ സർവേ ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിന് കൊടുത്ത്, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള തേർഡ് പാർട്ടിക്ക് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ഏജൻസിക്ക് കൊടുത്ത് നമുക്ക് ഈ ഒരു സർവീസ് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇൻഹൗസ് സർവീസ് ചെയ്യാം. അതായത് ആ ഹോസ്പിറ്റലിനുള്ളിലുള്ള ജീവനക്കാരെ തന്നെ വെച്ചുകൊണ്ടോ നമുക്ക് ഈ ഒരു സർവേ നടത്താവുന്നതാണ്. അപ്പൊ രണ്ട് രീതിയിൽ നടത്താം. ഔട്ട്ഡോർ സർവേ നടത്താം, ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് നടത്താം, ഇൻഹൗസ് സർവേയും നടത്താം. Then and survey questionnaire with options is provided to the patients. അവിടെ ചെയ്യുന്നു, ഒരു ചോദ്യാവലി തയ്യാറാക്കി ആ ചോദ്യാവലി അവിടുത്തെ പേഷ്യൻസിന് ഓപ്ഷനോട് കൂടിയുള്ള ഒരു ചോദ്യാവലിയാണ്. അത് ആ പേഷ്യൻസിന് കൊടുക്കുകയും പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഓരോ മേഖലയിലും എത്രത്തോളമാണ് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ളവരുടെ സംതൃപ്തി എന്ന് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനെയേഴ്സ് വിലയിരുത്തുന്നതിലൂടെ മനസ്സിലാവും. ക്ലിയർ ആണോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഓക്കെ ആണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? ഓക്കെ, അടുത്തത് കസ്റ്റമർ കംപ്ലൈൻസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ കസ്റ്റമർ കംപ്ലൈൻസിൽ നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ്, എത്ര നമ്പർ ഓഫ് കംപ്ലൈൻസ് ആണ് ഇവിടെ റിസീവ്ഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്നത്, അപ്പൊ എത്രത്തോളം കംപ്ലൈൻസ് അവിടെ വന്നോ അതിനനുസരിച്ചാണ് നമ്മൾ അവിടുത്തെ ആ ഒരു പബ്ലിക് റിലേഷൻ വിലയിരുത്തുന്നത്. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ്, കുറവ് കംപ്ലൈന്റ് ആണ് വന്നിരിക്കുന്നത് എങ്കിൽ ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ എങ്ങനെയാണ്? കംപ്ലൈന്റ് കുറവാണെങ്കിൽ ക്ലിയർ അല്ല, ടെസ്റ്റിൽ ക്ലിയർ അല്ല. നിങ്ങൾ ഈ ഒരു പോയിന്റ് ക്ലിയർ ആണോ? നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ് തുടങ്ങിയുള്ളത് മറ്റൊന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്, ജസ്റ്റ് ഒരു നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതിൽ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ കംപ്ലൈന്റ് ദ കസ്റ്റമർ റിമെമ്പേഴ്സ് ബട്ട് ദ ഔട്ട്കം. എന്ന് വെച്ചാല് ആ ഒരു പോയിന്റ് ആണോ ക്ലിയർ അല്ലാത്തെ? ആ ഒരു പോയിന്റ് ആണോ ക്ലിയർ അല്ലാത്തെ? അല്ല, മറ്റുള്ളവയൊന്നും ക്ലിയർ അല്ല. മിസ് പറയുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. Less the number of complaints received, better is the public relations. Less the number of complaints received, better is the public relations. Miss ഇവൻ കാണിച്ചിരിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? പ്രസന്റ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതിൽ നോക്കി ഒന്ന് കിട്ടാത്തതൊന്ന് എഴുതി വെക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചേ. ആദ്യത്തെ ജസ്റ്റ് വെറുതെ പറയുന്നുള്ളൂ. കസ്റ്റമർ കംപ്ലൈൻസ് അതിനൊരു ഡെഫിനിഷൻ പോലെ പറയുന്നതാണ്, അത് നിങ്ങൾ നോക്കണ്ട. ജസ്റ്റ് അത് ആരാണ്? ഇസഡോർ ഷാപ്പ് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. കസ്റ്റമർ കംപ്ലൈന്റിനെ കുറിച്ച് അത് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാല് നമ്മളൊരു കസ്റ്റമർ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന പരാതി നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? മറന്നുപോകും. പക്ഷെ നമുക്ക് ആ ഒരു പരാതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചിലപ്പോൾ നമ്മൾ മറന്നുപോകാം. പക്ഷെ അതിന്റെ ആ ഒരു ഔട്ട്കം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫലം നമ്മൾ ഓർത്തിരിക്കും അല്ലേ? ഇപ്പൊ നമ്മൾ ഒരു കംപ്ലൈന്റ് കൊടുത്തു, ആ ഒരു കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് റിസൾട്ട് ആണോ കിട്ടിയത് ആ റിസൾട്ട് നമ്മൾ ഒരിക്കലും മറന്നു പോവാറില്ല. പക്ഷെ കംപ്ലൈന്റ് ചിലപ്പോ
മറന്നു പോവാം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെയും എന്താ ഉദ്ദേശിക്കുന്നത്, ഇവിടെയും നമ്മൾ കംപ്ലൈന്റുകൾ കൊടുക്കും. അപ്പൊ ആ ഒരു കംപ്ലൈന്റുകൾ ഒരുപാട് കംപ്ലൈന്റ് ആണെങ്കിൽ അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതേസമയം കംപ്ലൈന്റ് കുറവാണ് നമുക്ക് വരുന്നതെങ്കിൽ better is the public relation. പബ്ലിക് റിലേഷൻ വളരെ മികച്ചതാണെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? നോക്കി നോട്ട് ചെയ്തോ? കിട്ടിയോ പോയിന്റ്സ്? കിട്ടിയോ? നെക്സ്റ്റ് പറയട്ടെ മിസ്, അടുത്തത് പറയട്ടെ. അടുത്തതാണ് ജനറൽ ഒപ്പീനിയൻ പോൾ, പൊതു അഭിപ്രായ വോട്ടെടുപ്പ്. മോസ്റ്റ്ലി പെർട്ടൈൻ ടു എ സിംഗിൾ ക്വസ്റ്റ്യൻ. ജസ്റ്റ് നിങ്ങൾ ആ പിക്ചർ ഒന്നും നിങ്ങൾ കാര്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി പെർട്ടൈൻ ടു എ സിംഗിൾ ക്വസ്റ്റ്യൻ, സിറ്റുവേഷൻ ഓർ എ പ്രോബ്ലം. ഓർ എന്നുണ്ട് കേട്ടോ, ഓർ പ്രോബ്ലം, ഓർ ആണേ അവിടെ. അപ്പൊ മോസ്റ്റ്ലി പെർട്ടൈൻ ടു എ സിംഗിൾ ക്വസ്റ്റ്യൻ, പ്രധാനമായിട്ടും അവർക്കൊരു സിംഗിൾ ക്വസ്റ്റ്യൻ, അതായത് എന്തെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിരിക്കും കൊടുക്കുക. ദാറ്റ് നീഡ്സ് ആൻ ആൻസർ. ഇതിനൊരു ആൻസർ പബ്ലിക് തരണം. അപ്പൊ അങ്ങനെ പബ്ലിക് തരുമ്പോൾ പല രീതിയിൽ ആൻസർ തരുന്ന ആളുകളുണ്ടാവും അല്ലെ. പോസിറ്റീവായിട്ട് ആൻസർ തരുന്നവരുണ്ടാവും, നെഗറ്റീവായിട്ട് തരുന്നവരുണ്ടാവും. അതിൽ നിന്നും പൊതുവായിട്ടുള്ള ഒരു ഒരു ഫൈൻഡിങ്സിലേക്ക് നമ്മൾ എത്താണ് ചെയ്യുന്നത്. ഇവിടെ ജനറൽ ഒപ്പീനിയൻ പോൾ അല്ലെങ്കിൽ പൊതു അഭിപ്രായ വോട്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളാണ് ബിസിനസ് പറയുക. ആ ഒരു അഭിപ്രായം ഒരു സർവീസിനെ കുറിച്ച്, അപ്പൊ ഒരു സർവീസിനെ കുറിച്ച് ഈ ഒരു സർവീസ് തുടങ്ങാനായിട്ട് ആ ഹോസ്പിറ്റലിൽ തുടങ്ങണോ വേണ്ടയോ എന്ന രീതിയിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോൾ പല രീതിയിൽ, അതായത് ഹോസ്പിറ്റലിനാവുമ്പോൾ പൊതുവായിട്ട് പബ്ലിക്കിന് പല രീതിയിലുണ്ട്. നല്ലൊരു പബ്ലിക് നല്ല രീതിയിൽ ഇഷ്ടമുള്ള സ്ഥാപനമാണെങ്കിൽ നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയുള്ളൂ അല്ലെ. അതേസമയം പബ്ലിക്കിന് വലിയ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥാപനമാണെങ്കിൽ എന്ത് ചോദിച്ചാലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അല്ലേ അതിന് വേണ്ടി വരുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ പൊതുവായിട്ട് ഒരു ക്വസ്റ്റ്യനോ ഒരു സിറ്റുവേഷനോ ഒരു പ്രോബ്ലമോ എന്തുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിറ്റുവേഷൻസോ ഒക്കെ ചോദിക്കും. ഇതിനൊരു ഓപ്ഷന് നമ്മളൊന്നും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കില്ല, മറിച്ച് പബ്ലിക്കിന് അത് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ, അവരുടെ അഭിപ്രായം ആൻസർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കും. അതിലൂടെ അവരുടെ ഒപ്പീനിയൻസ് പറയാനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം നമുക്ക് എടുത്തു നോക്കുമ്പോൾ എത്രത്തോളം ആളുകൾ പോസിറ്റീവായിട്ട് ഈ സ്ഥാപനത്തിനെ സമീപിക്കുന്നുണ്ട്, എത്രത്തോളം ആളുകൾ അതിനെ നെഗറ്റീവായ രീതിയിൽ സമീപിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും എത്രത്തോളം നല്ല രീതിയിൽ ഒരു പബ്ലിക് റിലേഷൻ ആ സ്ഥാപനം നിലനിർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. അത്രയും മാത്രം നോക്കിയാൽ മതി, ആ ഒരു പിക്ചർ ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. അടുത്തതാണ് വോളണ്ടിയേഴ്സ്, അതായത് എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ കമ്മ്യൂണിറ്റി. കിട്ടാത്തതുണ്ടെങ്കിൽ വേർഡ്സ് കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. മിസ് ഓൾറെഡി ഇവിടെ കുറച്ചു നേരം ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടാത്ത വേർഡ്സ് വായിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഒന്ന് സെന്റൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തതാണ് എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം സ്വമേധയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ആ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നതാണ് നോക്കുന്നത്. Okay, voluntary corps or volunteers are public spirited and service minded people providing extra service. Voluntary corps അല്ലെങ്കിൽ volunteers അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ എന്ന് പറയുന്നത് പൊതുബോധമുള്ളവരും അതുപോലെ തന്നെ സേവന മനോഭാവമുള്ളവരുമാണ് അല്ലെ. അപ്പൊ പ്രൊവൈഡ് എക്സ്ട്രാ സർവീസ്, അവരൊരു എക്സ്ട്രാ സർവീസ് പോലെ സേവനമാണ് അവർ കൊടുക്കുന്നത്. അവർക്ക് ഒരിക്കലും പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർബന്ധിച്ചിട്ടുമല്ല, അവർക്കൊരു പൊതുബോധമുണ്ട്, അതുപോലെ സേവന മനോഭാവമുണ്ട്. അതിനെ ബേസ് ചെയ്ത് അവരൊരു എക്സ്ട്രാ സർവീസുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. ദേ ഹെൽപ് പേഷ്യൻസ് ഹോസ്റ്റിംഗ്സ് ഇൻ പേഷ്യന്റ് കെയർ ഏരിയാസ്. അവരെന്ത് ചെയ്യാറുണ്ട്, പേഷ്യൻസിന് ഇപ്പൊ വരാനോ അല്ലെങ്കിൽ അവരെ ട്രാൻസ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടോ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഏരിയയിൽ എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണമെങ്കിൽ അത് ചെയ്തു കൊടുക്കാറുണ്ട്. മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ ബെറ്റർ ദ വോളണ്ടറിസം അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ വളരെ വലുതാണ് എങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ ആ സ്ഥാപനം നിലനിർത്തുന്നത് വളരെ മികച്ചതായിട്ടാണ് എന്ന്
മനസ്സിലാക്കാൻ പറ്റും. ഒരു വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ ഒരു സന്നദ്ധ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അത് പൊതുബോധമുള്ളവരാണ്. അതുപോലെ തന്നെ സേവന മനോഭാവമുള്ളവരാണ്. അവർക്ക് കൃത്യമായിട്ട് അവരെന്ത് ചെയ്യും, എക്സ്ട്രാ സർവീസ് പോലെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ സർവീസുകളിൽ സേവനങ്ങൾ നൽകാറുണ്ട്, പേഷ്യൻസിനെ സഹായിക്കാറുണ്ട്, പേഷ്യന്റ് കെയർ ഏരിയയുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ നൽകാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സർവീസുകളും അവര് നൽകാറുണ്ട്. അത് സ്വമേധയാ ചെയ്യുന്നതും കൂടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വളണ്ടിയറിസം അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിൽ വർദ്ധിക്കുകയാണെങ്കിൽ അതിൽ നിന്നും നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഈ ഒരു പേജിൽ ഇനി ഏതെങ്കിലും പോയിന്റ്സ് മിസ് പറഞ്ഞു തരോ? എല്ലാം നോട്ട് ചെയ്തോ? ക്ലിയർ അല്ലാത്തത് നോട്ട് ചെയ്തായിരുന്നോ? അടുത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അശ്വിനി എഴുതിയായിരുന്നു. അശ്വിനി, റിജൂസ് ഇവർ രണ്ടുപേരുമാണ് ഞാൻ പറഞ്ഞിരുന്നത്. നോട്ട് ചെയ്തായിരുന്നോ കിട്ടാത്ത പോയിന്റ്സ്? ഓക്കെ, അടുത്തതാണ് സ്റ്റാഫ് ടേൺ ഓവർ. ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ, അതായത് മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോവുക, ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റാഫുകളുടെ പിരിഞ്ഞു പോവുക. അപ്പൊ ഇവിടെ സ്റ്റാഫുകള് ഒരുപാട് സ്റ്റാഫുകളൊന്നും പിരിഞ്ഞു പോകുന്നില്ല, ഒരുപാട് നാൾ അവരവിടെ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അതെന്തുകൊണ്ടാ? ആ ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു അന്തരീക്ഷം അവർക്ക് ജോലി ചെയ്യാൻ അവർ നല്ലൊരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നു, അവരോട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ. അങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അവിടെ മിനിമം ടേൺ ഓവർ ആണുള്ളത്. അതായത് ഒരുപാട് പേര് സ്റ്റാഫുകൾ പിരിഞ്ഞു പോകുന്നില്ല. ആ സ്റ്റാഫുകൾ പിരിഞ്ഞു പോകുന്നതിന്റെ ആ ഒരു എണ്ണം വളരെ കുറവാണ് എങ്കിൽ അതിൽ നിന്നും അതെന്തിന്റെ സൂചനയാണെന്ന് പറയുന്നത്? ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫില് മിനിമൽ ടേൺ ഓവർ ആണ്. അതായത് സ്റ്റാഫുകൾ വളരെ കുറച്ച് മാത്രമേ, ഒന്നോ രണ്ടോ സ്റ്റാഫുകൾ മാത്രം വളരെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പിരിഞ്ഞു പോകുന്നതല്ലാതെ മറ്റാരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നില്ല, അവിടെ തന്നെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു മനോഭാവത്തോട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ അതിൽ നിന്നും നല്ലൊരു ഗുഡ് പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണിത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തത് കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ്. പേഷ്യൻസിന്റെ അറ്റൻഡൻസ് അല്ലെങ്കിൽ ഹാജർ നിലവാരത്തിന്റെ സ്ഥിരത. Higher patient turn-up when patients are reminded of their appointment, ask text message, email or over the phone. Better the relation of contact with the patient, more consistent will be the patient's attendance. നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾക്ക് ആണെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോയി കുക്ക് ചെയ്താലോ അല്ലെങ്കിൽ ഇപ്പൊ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ ഫോളോ അപ്പിന് വേണ്ടി വരണമെങ്കിലോ ഇങ്ങനത്തെ കൃത്യമായിട്ട് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകളോ അല്ലെങ്കിൽ ഫോൺ കോളിലൂടെയോ ഇമെയിലൂടെയൊക്കെ ഹോസ്പിറ്റലുകാർ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത് അറിയിക്കാറുണ്ട് അല്ലെ. അറിയിക്കാറില്ലേ? നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ ബുക്ക് ചെയ്താല് തലേ ദിവസമൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഫോൺ കോളിൽ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടൊക്കെ വരും അല്ലെ. ഇപ്പൊ വാട്സപ്പിലൂടെയൊക്കെ ആണ് കൂടുതലും നടക്കുന്നത് അല്ലെ. വരാറില്ലേ? ഇന്ന ദിവസത്തേക്കാണ് നിങ്ങൾക്ക് മെസ്സേജുകൾ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്നത്, ഇന്ന ടൈമാണ്, ഇന്ന ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിമൈൻഡ് ചെയ്യും, നമ്മൾ ഓർമ്മപ്പെടുത്തും അല്ലെ. അങ്ങനെ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവാം അല്ലെ. അങ്ങനെ മറന്നുപോയാൽ നമ്മൾ പിന്നെ ആ ഹോസ്പിറ്റലിലേക്ക് ചിലപ്പോൾ പിറ്റേ ദിവസം പോവാനായിട്ട് വിട്ടുപോകും. അതേസമയം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോഴോ നമുക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിലും നമ്മൾ അത് മാറ്റി വെച്ച് പോവാൻ ശ്രമിക്കും അല്ലെ. കാരണം ആ ഹോസ്പിറ്റലിൽ നമ്മളോട് അത്രയും അധികം റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, റിമൈൻഡ് ചെയ്യിക്കുന്നത്. അപ്പൊ അതുപോലെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലില് അത് അവരുമായിട്ട് പേഷ്യൻസുമായിട്ട് ഇങ്ങനൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോണ്ടാക്റ്റുകൾ കീപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്താൻ പറ്റും അല്ലെ. ഹോസ്പിറ്റൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ സർവീസുകൾ തരുന്നു, നമുക്ക് ആവശ്യപ്പെടുന്ന ദിവസം തന്നെ അപ്പോയിന്റ്മെന്റുകൾ തരുന്നു, അതിനനുസരിച്ച് ഡോക്ടേഴ്സിനെ കാണാനുള്ള കൃത്യമായ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിക്കാനുള്ള സൗകര്യങ്ങൾ തരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു നല്ല കോണ്ടാക്റ്റിലൂടെയും നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു സ്ഥിരതയും നമുക്ക് അവിടെ നിലനിർത്താൻ
കാണാൻ സാധിക്കും. അപ്പൊ ഹയർ പേഷ്യന്റ് ടേൺ അപ്പ് വെൻ പേഷ്യൻസ് ആർ റിമൈൻഡഡ് ഓഫ് ദിയർ അപ്പോയിന്റ്മെന്റ്. നല്ല ഉയർന്ന രീതിയിലുള്ള പേഷ്യൻസ് ആ ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യന്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കണമെങ്കിൽ അവരുമായിട്ട് എന്ത് ചെയ്യണം, അവരുടെ അപ്പോയിന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റ് മെസ്സേജിലൂടെയോ ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ ഫോൺ കോളുകളിലൂടെയോ എന്ത് ചെയ്യണം, അവരെ ഓർമ്മപ്പെടുത്തണം. ബെറ്റർ ദ റിലേഷൻ ഓഫ് കോൺടാക്ട് വിത്ത് ദ പേഷ്യന്റ്, മോർ കൺസിസ്റ്റന്റ് വിൽ ബി ദ പേഷ്യന്റ് അറ്റൻഡൻസ്. അവിടെ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കോൺടാക്ട് പേഷ്യൻസുമായിട്ട് നമ്മൾ ആ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ ആ ഒരു പേഷ്യൻസുമായി ബന്ധപ്പെട്ട അവരുടെ ഹാജർ നിലവാരത്തിലെ സ്ഥിരത നമുക്ക് അവിടെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ആ ഒരു പേജിലെ രണ്ടെണ്ണം ഏതെങ്കിലും പോയിന്റ്സ് അതില് നോട്ട് ചെയ്യേണ്ടതുണ്ടോ? ക്ലിയർ ആണോ നിങ്ങളുടെ കയ്യില്? ഈ രണ്ടെണ്ണവും ക്ലിയർ ആയിട്ടാണോ കിടക്കുന്നത്? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഡൊണേഷൻസ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ പറയാത്തത്. ഡൊണേഷൻസ് എന്താണ്? ഹോസ്പിറ്റൽ പ്രൈമറി മിഷൻ ഈസ് ടു ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് ഇൽ പേഷ്യൻസ്. അത് അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹോസ്പിറ്റലിന്റെ പ്രൈമറി മിഷൻ അല്ലെങ്കിൽ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് ടു ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് ഇൽ പേഷ്യൻസ്. രോഗാവസ്ഥകളിൽ രോഗികളെ ചികിത്സിക്കുകയും അവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്യുകയാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രാഥമിക മിഷൻ അല്ലെങ്കിൽ ദൗത്യം എന്ന് പറയുന്നത്. Sometimes both the hospital and patient might fail to meet up with the charges needed for this. ചില സമയങ്ങളിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു, ചില സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പേഷ്യൻസിന് ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ ചെന്നു അവിടുത്തെ സർവീസുകൾ എടുക്കാനായിട്ട് ചിലപ്പോൾ അവരുടെ കയ്യിൽ പണമില്ലാത്തവരാ അല്ലെ. ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ആ പേഷ്യന്റിന്റെ കയ്യിൽ ചിലപ്പോൾ നമുക്ക് പണം ഉണ്ടാവില്ല. നമ്മളോട് ഒരു ഡോക്ടർ പറയുകയാണത് ഇന്ന സർവീസ് ഇന്ന ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു സർവീസ് അവിടെ നിന്ന് എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം അല്ലെ. ആ പേഷ്യന്റിന് ചിലപ്പോ അത് മീറ്റ് ചെയ്യാനുള്ള പണം പേഷ്യന്റിന്റെ കയ്യിൽ ഉണ്ടാവില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഒരു സർവീസ് കൊണ്ടുവരണമെന്ന് ചിലപ്പോ ഹോസ്പിറ്റലുകാർക്ക് താല്പര്യം ഉണ്ടാവാം, പക്ഷെ അവർക്ക് മതിയായ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോ അവിടെ അത് കൊണ്ടുവരാൻ പറ്റാത്തതാവാം. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ ഹോസ്പിറ്റലിനോ പേഷ്യന്റിനോ ഇതുപോലെയുള്ള ചില ചാർജസ് മീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായി വരാൻ രണ്ടുപേർക്കും, ഒരാളെ മാത്രമല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഡൊണേഷൻ ആൻഡ് ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് ഫ്രം ദ പബ്ലിക് കം ഇൻ ഹാൻഡി ഇൻ സച്ച് വൈറ്റൽ സിറ്റുവേഷൻ. ഇങ്ങനെയുള്ള സുപ്രധാന സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസിൽ നമ്മുടെ പബ്ലിക്കിൽ നിന്നും വരുന്ന ചാരിറ്റബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഡൊണേഷൻസ് ഒക്കെയാണ് ഇതിനുള്ളൊരു കാണിച്ചു കൊടുക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്കൊരു സർവീസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ചാരിറ്റി ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ഡൊണേഷൻസുമായി ചെയ്യുന്ന ഓരോ ടീമുമായിട്ട് വിപ്ലവങ്ങളുമായിട്ടോ ഒക്കെ നമ്മളൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ഇപ്പോ സർജറിയോ കാര്യങ്ങളോ ഒക്കെ വേണ്ട ഒരു പേഷ്യന്റ് ആണ്, ഒരുപാട് പൈസ നമുക്ക് അതിന് ചിലവാകുമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൂലം നമുക്കത് ചെയ്യാൻ നിവൃത്തിയില്ലെങ്കിൽ ഒരുപാട് സംഘടനകൾ അതിനു വേണ്ടി സഹായത്തിനായിട്ട് വരില്ലേ, മുൻകൈ എടുത്ത് വരാറില്ലേ. ആ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സർജറി ചെയ്യാനായിട്ടുള്ള പണമൊക്കെ അവരടയ്ക്കും അല്ലെ. അതിലൂടെ നമുക്കൊരു സർവീസ് അല്ലെങ്കിൽ സഹായം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റലില് ഒരു സർവീസ് കൊണ്ടുവരണം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഉപകരണങ്ങളില്ല, അങ്ങനെ വരുമ്പോ ആ ഒരു ഹോസ്പിറ്റലിൽ ആ സർവീസ് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ ഹോസ്പിറ്റൽ നേരിടുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയും ഈ പറയുന്ന ഡൊണേഷൻസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് വരുന്ന കോൺട്രിബ്യൂഷൻസ് കിട്ടാറുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഡൊണേഷൻസ് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ ഓരോരോ ഇടങ്ങളില്. ഡൊണേറ്റഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ലേ, കണ്ടിട്ടില്ലേ അത്? അപ്പൊ അങ്ങനെയുള്ള രണ്ട് രീതിയിൽ അപ്പൊ രണ്ടു കൂട്ടർക്കും കിട്ടുന്നുണ്ട്, ഹോസ്പിറ്റലുകാർക്കും കിട്ടുന്നുണ്ട്, പേഷ്യൻസിനും കിട്ടുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഡൊണേഷൻസോ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസോ കിട്ടുന്നുണ്ട് എങ്കിൽ അത് പണമായിട്ട് തന്നെ ആവണമെന്നില്ല, അല്ലാത്ത രീതിയിലുള്ളതും ആകും. അപ്പൊ അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ സംഭാവനകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് ഇംപേഷ്യൻസ് ലിവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ല. When an inpatient expresses the desire to live against the medical advice of the physician, അവരെ നോക്കുന്ന ഫിസിഷ്യന്റെ അഡ്വൈസിന് എതിരായിട്ട് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തിന് അല്ലെങ്കിൽ അവരുടെ അഡ്വൈസിന് എതിരായിട്ട്
ഈ പറയുന്ന ഒരു പേഷ്യന്റ് അവരൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, എക്സ്പ്രസ് ദ ഡിസൈർ ടു ലീവ് അഗെയിൻസ്റ്റ് ദ അഡ്വൈസ് ഓഫ് ദ ഫിസിഷ്യൻ. ആ ഒരു ഫിസിഷ്യൻ അഡ്വൈസ് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ അവര് നിർദ്ദേശിച്ചിട്ടല്ല ഇവിടെ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത്, മറിച്ച് ആ ഒരു പേഷ്യന്റിന്റെ ആഗ്രഹപ്രകാരം ഇങ്ങനെ അവിടെ നിന്ന് പോകണം, ഹോസ്പിറ്റലിൽ നിന്ന് പോകണം എന്ന് പറയുകയാണെങ്കിൽ AMA procedure is explained to the patient or responsible party signs the AMA form. അപ്പൊ നമ്മൾ അവരെന്ത് ചെയ്യും, നമുക്കൊരു AMA ഫോം തരും. കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ലാമോ? ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സർവീസ് കിട്ടാത്തത് കൊണ്ടൊക്കെ ഒരുപാട് പേര് പോവാറുണ്ട് മറ്റു ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ ഇവിടെ അവരെന്ത് ചെയ്യുന്നു, ഒരു AMA ഫോം തരും. ഈ ഒരു AMA ഫോം തരുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങള് ആ തരുന്ന ആ ഒരു നഴ്സോ അസിസ്റ്റന്റ് ആരാണോ അവര് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന വ്യക്തിയുടെ പേരും സൈനും അവർ ഓൾറെഡി അവിടെ കൊടുക്കും. അതോടൊപ്പം തന്നെ ആരാണോ ഈ ഒരു AMA ഫോം സൈൻ ചെയ്യുന്നത്, ചിലപ്പോൾ പേഷ്യന്റ് ആവാം, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ള റിലേറ്റീവ്സോ ആരെങ്കിലും ആവാം. അവര് എന്ത് ചെയ്യുന്നു, ഈ ഒരു AMA ഫോമുമായി ബന്ധപ്പെട്ട ഈ പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് അവർ പറയുന്നത് കൃത്യമായിട്ട് ആ ഇൻഫർമേഷൻസ് കേൾക്കുകയും മനസ്സിലാക്കി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവർ പോകുന്നത് എന്ന് ആ ഒരു കൺസേൺ ഫോം ഉണ്ട് അല്ലെ, ഒരു AMA ഫോം ഉണ്ട്, ആ ഒരു കൺസേൺ ഫോമില് എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ട് വേണം പോവാനായിട്ട്. Thus accepting responsibility that accepting responsibility for their decision and it become a part of the medical record. ഇത് എന്തിനാണ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്? എന്തിനാ സൈൻ ചെയ്ത് കൊടുക്കുന്നത്? അവരാ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ചോദിച്ചാണ് വാങ്ങിയാണ് പോകുന്നത്. ആ പോയി കഴിഞ്ഞ് പിന്നെ എന്ത് വന്നാലും ആരതിന് ഉത്തരവാദിയല്ല. ആ പേഷ്യന്റിന് എന്ത് സംഭവിച്ചാലും ആരും ഉത്തരവാദിയല്ല അതിന്. ആ ഹോസ്പിറ്റലുകാരും ഉത്തരവാദികളല്ല അല്ലെ. ഹോസ്പിറ്റലിൽ പിന്നെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സൈൻ ചെയ്ത് കൺസേൺ ലെറ്റേഴ്സ് സൈൻ ചെയ്ത് വാങ്ങുന്നത്. അത് അവരുടെ മെഡിക്കൽ റിപ്പോർട്ടിന്റെ ഭാഗമാക്കി വെക്കുകയും ചെയ്യും. അപ്പൊ പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാല് നമുക്ക് അവരുടെ മെഡിക്കൽ റെക്കോർഡ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇവിടെ നിന്ന് ലാമയായിട്ട് ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന രീതിയിൽ കൺസേൺ ലെറ്റർ ഒപ്പിട്ട് തന്ന് പോയിരിക്കുന്ന ആളുകളാണ് എന്ന് മനസ്സിലാകും. അപ്പൊ അതിനുശേഷം ആ ഹോസ്പിറ്റലിൽ യാതൊരു പ്രോബ്ലവും അതിൽ വരികയുമില്ല. അങ്ങനെ അത് അവരുടെ മെഡിക്കൽ റെക്കോർഡാണ് വെക്കുകയും ഭാഗമാക്കി വെക്കുകയും ചെയ്യും. സോ മോർ ലാമ പേഷ്യൻസ് വേഴ്സർ ഇസ് ദ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ. ലാമ പേഷ്യൻസിന്റെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണെന്ന് നമുക്ക് പറയേണ്ടത് വരും. There are no impatients leaving against medical advice. Okay. അടുത്ത നെക്സ്റ്റ് വൺ ആണ് ലെറ്റർ ടു ദ എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ. ലോക്കൽ ന്യൂസ് പേപ്പറിലുള്ള നമുക്ക് നിങ്ങൾ കണ്ടു കാണും ലെറ്റർ ടു ദ എഡിറ്റർ. അതായത് ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റലിന് ഒരു പൊതുവായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, അതായത് പബ്ലിക്കിന് ഇപ്പൊ ഒരു പകർച്ചവ്യാധിയെ കുറിച്ചോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പ്രതികരിക്കാനോ അല്ലെങ്കിൽ പൊതുജനങ്ങളെ അറിയിക്കാനോ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനോ അതിനെക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോക്കൽ ആയിട്ടുള്ള ന്യൂസ് പേപ്പറിന്റെ എഡിറ്റേഴ്സിന് നമുക്ക് കത്തെഴുതി പ്രതികരിക്കാം. നിങ്ങൾ കണ്ടു കാണും ഒരു ന്യൂസ് പേപ്പറിന്റെ ഒരു പേജില് നമ്മുടെ ലെറ്റർ ഉണ്ടാവും. അതായത് ഈ പറയുന്ന പബ്ലിക്കിൽ നിന്നും വരുന്നത് അല്ലെങ്കിൽ എഡിറ്റർക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ എഴുതുന്ന കുറെ കാര്യങ്ങൾ വരുന്ന ഒരു പേജ് ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ആ എഡിറ്റർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നമ്മുടെ പബ്ലിക്കിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ലെറ്ററോ അല്ലെങ്കിൽ പബ്ലിക്കിന് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുള്ളൂ കേട്ടോ. ഇവിടെ all newspaper have a page where letters from the readers are published. വായനക്കാരിൽ നിന്ന് കിട്ടുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ കത്തുകള് പബ്ലിഷ് ചെയ്യാനായിട്ട് എല്ലാ ന്യൂസ് പേപ്പറിലും ഒരു പേജ് ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അല്ലെ. നമ്മൾ മെയിൻ ആയിട്ടുള്ള വാർത്തകൾ മാത്രമേ നോക്കാറുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ലെറ്റേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു പേജ് അവിടെ കൊടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ നല്ല നല്ല വാർത്തകളാണെങ്കിൽ അവർ അത് പബ്ലിഷ് ചെയ്യാറുണ്ട്. അതുപോലെ ഇപ്പൊ നിങ്ങൾ കണ്ടു കാണുമല്ലോ കവിതകള് കഥകള് അതുകൊണ്ട് വരുന്ന അവരുടെ കത്തിൽ നിന്നും കിട്ടുന്ന നല്ല നല്ല കഥകളോ കവിതകളോ അങ്ങനെയുള്ള സ്റ്റോറീസ് എടുത്ത് കണ്ടിട്ടില്ലേ ന്യൂസ് പേപ്പറില്? ശ്രദ്ധിക്കുക, വായിക്കാറുണ്ട് ന്യൂസ് പേപ്പർ? വായിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ നോക്കിയേ, ഇഫ് ദർ ഈസ് എഡിറ്റോറിയൽസ് പോലെ. But if there is something in the news that you want to respond to or let the public know of some medical situation like rising epidemics, you can write a letter to the editor and make it
പബ്ലിഷ്ഡ്. നമുക്ക് ഹോസ്പിറ്റലുകാർക്കും ഇത് എന്ത് ചെയ്യാം, നല്ലൊരു പബ്ലിക്കിന് ഒരു പൊതുജനങ്ങൾക്ക് ഒരു നല്ല ബന്ധം കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് കാണാറില്ലേ? ഹോസ്പിറ്റലിലെ ഓരോ ഡോക്ടേഴ്സും പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു ഡോക്ടറാണ് ഈ ഒരു ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത്, ഇന്ന ഡോക്ടറാണ് എന്ന് പറഞ്ഞ് ഇന്ന ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, മെഡിക്കൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു രോഗം പുതിയതായിട്ട് കണ്ടുപിടിക്കുമ്പോഴോ അതുമായി ബന്ധപ്പെട്ട പബ്ലിക്കിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കൂടുതൽ അറിവുകൾ നൽകാൻ വേണ്ടിയിട്ട് ആ ഒരു ന്യൂസിനെ പറ്റിയുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് അതിന്റെ ലക്ഷണങ്ങൾ, അതെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യാം, അതെങ്ങനെയായിരിക്കണം അതിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു എഡിറ്റോറിയൽ പോലെ ഒരു ലെക്ചർ കൊടുക്കാം. ആ ലോക്കൽ ന്യൂസ് പേപ്പറിലുള്ള എഡിറ്റേഴ്സിന് കൊടുക്കും. ക്യാൻസർ റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിയുമ്പോ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അതിൽ ഓൾറെഡി ആ ഒരു ഡോക്ടറുടെ പേരും അതുപോലെ തന്നെ ആരുണ്ടാവും, ഡോക്ടറുടെ പേര് മാത്രമല്ല മറിച്ച് ആ ഒരു ഡോക്ടറുടെ ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കൃത്യമായിട്ട് അത് ആ ഹോസ്പിറ്റൽ ഏതാണ്, ആ ഹോസ്പിറ്റൽ ഏത് ഡോക്ടറാണ്, നമുക്ക് ആ ഒരു അറിവ് പകർന്ന് ഇതിലൂടെ പകർന്നു തന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ അവിടെ കീപ്പ് ചെയ്യാൻ പറ്റല്ലേ അല്ലെ? ആ ഒരു ഹോസ്പിറ്റൽ അപ്പൊ നമുക്ക് തോന്നും ഈ ഒരു ഡോക്ടർ കൊള്ളാലോ അല്ലെ, ഈ ഒരു ഡോക്ടർ ഇതിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടെന്ന് തോന്നും അല്ലെ. പിന്നെ ചിലപ്പോ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടാല് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് താല്പര്യം കാണിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആളുകൾക്ക്, അതിലൂടെ പബ്ലിക്കിന് കുറെ അധികം അറിവുകളും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് ദ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അത്രയും നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു കേട്ടോ, ആ ഒരു പബ്ലിക് റിലേഷൻ മെഷർ ചെയ്യാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, അടുത്തതാണ് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു വെക്കാം, ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു നല്ല പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഗുണനിലവാരങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ എന്തൊക്കെ ക്വാളിറ്റി ആ ഒരു പബ്ലിക് റിലേഷന് വേണം, റിലേഷൻ ഓഫീസർക്ക് വേണം? ഒന്നാമത്തത് ആംബിൾ കോമൺ സെൻസ്. എന്താണ്? ഒരു സാമാന്യമായ ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ്. ചെക്ക് ലിസ്റ്റ് ജസ്റ്റ് വേറെ ഒന്നും പറയാനില്ല, അതുകൊണ്ടാണ് അത് അവിടെ പറയാത്തത്. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫീച്ചേഴ്സ് ആണ്, കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവും. ആ ഒരു ഫീച്ചേഴ്സിൽ നമ്മൾ ഓരോ ഹോസ്പിറ്റലിലെ ഓരോ മേഖലയെയും കുറിച്ചുള്ള സർവീസുകളുടെ ക്വാളിറ്റി നിലവാരത്തെ കണക്കാക്കുന്ന കുറെ ചെക്ക് ലിസ്റ്റുകൾ, കുറെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുക. അത് കൃത്യമായിട്ട് ഓരോന്നും എന്താണ് ഓരോ ഏരിയയിലും ക്ലിയർ ആണോ, അവർ ആ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ പരിശോധിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വേറെ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അങ്ങനെ മാത്രം പറയുന്നു. ഓക്കെ, അപ്പൊ നോക്കിയതിന് ക്വാളിറ്റി ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാല് ഒരു ആംബിൾ കോമൺ സെൻസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതൊരു സാമാന്യ ബുദ്ധി. ഇപ്പൊ കാരണം പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ പബ്ലിക്കുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ഷൻ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അല്ലെ. അപ്പൊ നല്ലൊരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി. എന്തൊരു കാര്യം വന്നാലും അത് വളരെ മികച്ച രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ അല്ലെങ്കിൽ സംഘടിപ്പിക്കാനായിട്ടുള്ള ഒരു സംഘടനാ ശേഷി ഈ പറയുന്ന ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. നല്ലൊരു ലക്ഷ്യബോധവും അതുപോലെ വസ്തുനിഷ്ഠതയും. എന്ത് കാര്യം വന്നാലും കൃത്യമായിട്ട് അതിനെ ജഡ്ജ് ചെയ്യാനും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് വേണം അല്ലെ. ആൻഡ് എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് അപ്രീഷിയേറ്റ്. പല കാര്യങ്ങളും ഇമാജിൻ ചെയ്ത് ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ മുൻകൂട്ടി അത് കാണാൻ അല്ലെങ്കിൽ ഒരു ഇമാജിൻ ചെയ്ത് നോക്കാനായിട്ട് അല്ലെ, സങ്കല്പിക്കാൻ. അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ. നല്ല കാര്യങ്ങൾ കണ്ടാല് അതെന്ത് ചെയ്യണം, അനുമോദിക്കാനുള്ള ഒരു കഴിവ് അബിലിറ്റി ഉണ്ടായിരിക്കണം. അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അൺലിമിറ്റഡ് കപ്പാസിറ്റി. അപ്പൊ അതായത് എത്രത്തോളം പെയിൻ വന്നാലും അത് നമുക്ക് താങ്ങാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി വേണം എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ പബ്ലിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊതുജനങ്ങൾ എന്ന് പറയുന്നത്
പലവിധമാണ് അല്ലെ. അപ്പൊ പല രീതിയിൽ ഇവർക്കെതിരെ അലിഗേഷൻസ് വരാം, ആർഗ്യുമെന്റ്സ് വരാം അല്ലെ. എന്തൊരു സിറ്റുവേഷൻ ഇവർക്കെതിരെ വന്നാൽ, ഹോസ്പിറ്റലിനെതിരെ വന്നാലും തളരാതെ എത്രത്തോളം വേദനയുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതിലൊന്നും എന്ത് ചെയ്യാതെ മുന്നോട്ട് പോവാതെ അതിനനുസരിച്ച് നല്ല കഴിവോട് കൂടി എന്ത് ചെയ്യുക, അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ഈ പറയുന്ന ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ വേണം. നെക്സ്റ്റ് പറയുന്നത് റെഡിനെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ്. അതായത് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല അല്ലെ. അതേസമയം ഏതൊരു സമയത്ത് ദീർഘനേരം വേണമെങ്കിലും നമ്മുടെ ആ ഒരു പറഞ്ഞിരിക്കുന്ന ചിലപ്പോ ആ ഒരു ടൈം പീരീഡ് ഒക്കെ ഉണ്ടാവും. അതേസമയം അതല്ലെങ്കിൽ കൂടി ആ ജോലി സമയം കൂടുതൽ ആണെങ്കിൽ പോലും നമ്മൾ അവിടെ ചെയ്യില്ല. അതെ, അത്രയും ആത്മാർത്ഥതയോട് കൂടി ആയിരിക്കണം ചെയ്യേണ്ടത്. ഒരിക്കലും ആ ഒരു ഞാൻ ഇത്ര സമയത്ത് ജോലി ചെയ്യുള്ളൂ എന്ന് പറയാനല്ല, എത്ര ദീർഘനേരം വേണമെങ്കിലും ജോലി ചെയ്യാനായിട്ടൊരു തയ്യാറായിട്ടുള്ള റെഡിനെസ് ഉണ്ടായിരിക്കണം. ആൻഡ് ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ. നല്ലൊരു നന്മബോധം ഉണ്ടാവണം. അതുപോലെ റിയലിസ്റ്റിക് ആയിരിക്കണം, വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള രീതിയിലായിരിക്കണം. അവർ ഓരോ കാര്യങ്ങളും വളരെ റിയലിസ്റ്റിക് ആയിട്ട് നന്മബോധത്തോടു കൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ആൻഡ് കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ഇംഗ്ലീഷ് എന്ത് ചെയ്യണം, എഴുതാനും സംസാരിക്കാനും ഫ്ലുവന്റ് ആയിട്ട് എഴുതാനും സംസാരിക്കാനും ഉള്ള ഒരു കഴിവ് ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അത്രയും നമുക്ക് വേഗം നോക്കാം. ആംപിൾ കോമൺ സെൻസ്, നല്ലൊരു സാമാന്യ ബുദ്ധി വേണം. ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി, നല്ലൊരു സംഘടനാ ശേഷി വേണം. ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാനും ആ വസ്തുനിഷ്ഠമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് വേണം. എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് അപ്രിഷിയേറ്റ് എന്താ, പല കാര്യങ്ങളും സങ്കല്പിക്കാനും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ കണ്ടാലും അനുമോദിക്കാനും അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യാനും ഒരു കഴിവ് വേണം. എബിലിറ്റി ടു ഇമാജിൻ അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. എത്രത്തോളം ബുദ്ധിമുട്ടുകളോ സങ്കടനങ്ങളോ അല്ലെങ്കിൽ എന്താണ് ആർഗ്യുമെന്റ്സോ ഒക്കെ ഇവരുടെ എതിരെ വന്നാൽ പോലും അതിനെയൊക്കെ മറികടന്ന് അങ്ങനെയുള്ള ഏതൊരു സിറ്റുവേഷനെയും കൈകാര്യം ചെയ്യാനും മുന്നോട്ട് പോകാനും ഉള്ളൊരു കഴിവ് വേണം. ആൻഡ് റെഡിനെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ്. ദീർഘനേരം വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ് അവർക്കുണ്ടായിരിക്കണം. ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ. നല്ലൊരു ധർമ്മബോധവും യാഥാർത്ഥ്യബോധവും ഉള്ളൊരു വ്യക്തി കൂടി ആയിരിക്കണം. ആൻഡ് കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. വളരെ ഫ്ലുവന്റ് ആയിട്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും ഉള്ളൊരു കഴിവ് ഈ പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസറിന് ഉണ്ടായിരിക്കണം. നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്. അതുപോലെ പൊതു ഇടങ്ങളിൽ സംസാരിക്കാം അല്ലെ, അതിനുള്ളൊരു കഴിവ് വേണം. അതുപോലെ നൈസ് വോയിസ്, നല്ലൊരു ശബ്ദവും നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കണം. ക്രിയേറ്റീവ് ഇൻ ഐഡിയാസ്, വളരെ ക്രിയാത്മകമായിട്ടുള്ള ആശയങ്ങളുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അപ്പൊ അത് ഓരോരോ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു കഴിവും കൂടി ഉണ്ടായിരിക്കണം. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ഇത്രയും ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.